വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കർക്കിടക മാസമാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം, ഓഫ് സീസൺ ആണ്. വലിയ തിക്കും തിരക്കും തിരുവാതിര വിളക്ക് ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് പോണ, കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാവരും അങ്ങനെ നൈസായിട്ട് പോണ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇനി ഒരു ഓണക്കാലം, അതായത് ഒരു വെഡ്ഡിങ് സീസൺ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പറ്റുന്ന എല്ലാവരും ആ ഒരു ചിങ്ങമാസം വരുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീല് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള വെഡ്ഡിങ് ആണ്. ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് വെഡ്ഡിങ് ആണ്. എങ്കിലും ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന 18 ക്യാരറ്റിൽ വന്നിട്ടുള്ള നല്ല ക്യൂട്ട് നെക്ലസുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 5 ഗ്രാം ആണ് ഗോൾഡ് വെയിറ്റ് വന്നിരിക്കുന്നത്. റോസ് ഗോൾഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു നെക്ലസും വന്നിട്ടുള്ളത്. മേലെ തന്നെ ആ ഒരു ചക്ര ടൈപ്പ് പാറ്റേണും താഴേക്ക് വരുമ്പോഴുള്ള ആ ഒരു കട്ടിങ്സും അതിൻ്റെ ഒരു പെർഫെക്ഷനും ഫിനിഷിങ്ങും ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ്. ഈ പീസുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 18 ക്യാരറ്റ് മാത്രമാണ്. അതിൽ വേറെ ഡയമണ്ടിന്റെ സ്റ്റോൺ വരുന്നില്ല. നോർമൽ കളർ സ്റ്റോണുകളും സിർക്കോൺ സ്റ്റോൺസുകളൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ ഇതിൽ ഡയമണ്ട്സ് ഇതിൽ വന്നിട്ടില്ല. നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഏതൊരു അറ്റയറിന്റെ കൂടെയും നമുക്കത് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ചുരിദാർ ആണെങ്കിലും അതുപോലെ ഒരു ജീൻസും ടോപ്പ് ആണെങ്കിലും എങ്ങനത്തെ തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂം ആണെങ്കിലും നമുക്ക് ഈ നെക്ലസുകൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാനായിട്ട് സാധിക്കും. തന്നെയല്ലാതെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കുകയും ചെയ്യും, ഇത് എവിടെ നിന്നാണെന്നൊന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് 5 ഗ്രാം ആണ്. നല്ല ഭംഗിയായിട്ടുള്ള നെക്ലസ് തന്നെയല്ലേ. രണ്ടാമത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു പീസാണ്. 18 ക്യാരറ്റ് തന്നെ 5 ഗ്രാം 100 മില്ലി ആണ് വെയിറ്റ് വരുന്നത്. ഇത് വന്നിട്ടുള്ളത് ഒരു ബോക്സ് ടൈപ്പ് ചെയിനിൽ 2 കട്ടിംഗ് ബോൾസ് ആണ് വന്നിട്ടുള്ളത്. ആ കട്ടിംഗ് ബോൾസിൽ ഒരു റോഡിയത്തിന്റെ വർക്കൊക്കെ കൊടുത്ത് ഒരു ഹൈലൈറ്റ് കൊടുത്തൊന്ന് മനോഹരാക്കിയിട്ടുണ്ട്. താഴെ 2 ഹാങ്ങിങ്സ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളതും. തേർഡ് വൺ വന്നിട്ടുള്ളത് വേറൊരു പീസാണ്. ഓൾട്ടർനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വർക്ക്, ഒരു സ്റ്റോൺ വർക്ക് ഇങ്ങനെ ഇടവിട്ട് ചക്ര ടൈപ്പ് പാറ്റേണിന്റെ ഇടയക്കോടെ ഇങ്ങനെ ഓടിക്കളിച്ച് പോവാണ്. ഇത് നമുക്ക് ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മൊത്തം നമുക്ക് ആ ഒരു സ്റ്റോൺ വർക്ക് ഇടകലർന്ന് വരുന്ന ഒരു പാറ്റേൺ ആണ്. 18 ക്യാരറ്റ് തന്നെയാണ് വരുന്നത്. 6,600 ആണ് ഗോൾഡ് റേറ്റ് വന്നിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് സ്റ്റോൺ വെയിറ്റ് ലെസ് ആവും. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നെക്ലസ് തന്നെയല്ലേ ഞാൻ കാണിച്ച 3 എണ്ണം. ഇനി 2 ഇത്തിരി കുഞ്ഞന്മാര് ഈ സൈഡിലുണ്ട്. ആദ്യത്തെ വന്നിട്ടുള്ളത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പീസാണ്. 18 ക്യാരറ്റിന്റെ 2 ഗ്രാമിന് താഴെയാണ് ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത്. അതിൽ ആ ഒരു ചെറിയ കട്ടിംഗ് ബോൾസും കുഞ്ഞു 3 ഹാങ്ങിങ്സും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി പീസ് തന്നെയാണ്. ബോക്സ് ടൈപ്പ് ചെയിൻ ആണ് അതിൻ്റെ ആ ഒരു ചെയിൻ വർക്കും വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ വരുമ്പോൾ 18 ക്യാരറ്റിന്റെ തന്നെ 2 ഗ്രാം 150 മില്ലി ആണ് വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഗോൾഡ് വെയിറ്റ് താഴെയാണ് ഇതിന് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗോൾഡ് റേറ്റ് നമുക്ക് കുറച്ച് തന്നെ കൊടുത്താൽ മതി. ഇത് വന്നിട്ടുള്ളത് ഒരു ചക്ര ടൈപ്പ് പാറ്റേണിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെൻഡന്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു ആഡിയൻ ഷേപ്പാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്രിൽ ടൈപ്പ് വർക്ക് വന്നിട്ടുള്ള, എല്ലാം ഒരു റോസ് ഗോൾഡ് കോമ്പിനേഷനിലൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസ്. ഇപ്പോഴത്തെ ട്രെൻഡാണ് റോസ് ഗോൾഡ് കോമ്പിനേഷൻ. എല്ലാവർക്കും വേണ്ടത് ഒരു ലൈറ്റ് വെയിറ്റിൽ വരാവുന്ന പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഓർണമെന്റ്സുകളാണ്. എല്ലാ ദിവസവും മാറി ജോലിക്ക് പോകുന്നവരാണെങ്കിലും പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഇട്ടുപോകുന്ന സ്ഥിരമായിട്ട് ഒരൈറ്റം തന്നെ ഇട്ടുപോകാൻ ഇപ്പോൾ ഒറ്റ കുട്ടികളും താല്പര്യപ്പെടുന്നില്ല. കുട്ടികൾ മാത്രമല്ല, ജോലിക്ക് പോകുന്നവരാണെങ്കിലും. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചാണ് ലിയോസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള 18 ക്യാരറ്റിന്റെ ലൈറ്റ് വെയിറ്റിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു നെക്ലസ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ബൈ.